അല്ല, ഇന്നലെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഭ്രാന്തൊന്നും ഇപ്പൊ സാറിന്റെ മുഖത്ത് തീരെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ആ ഒപ്പ് കിട്ടിയപ്പോഴേക്കും വിജയ് പണിക്കരുടെ ഭ്രാന്തൊക്കെ ആവിയായി പോയോ? ഇങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത്? ഇല്ല സാറേ, ഈ ഗേറ്റ് ഇനി തുറക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പെട്ടിയും പ്രമാണം എടുത്ത് റൂമിൽ പോണം. ഇന്നു മുതൽ വിജയ് പണിക്കർ ഹൗസ് അറസ്റ്റില്ല. പണ്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് VP സാറ് വീടിന് കാവലെന്നത് ഓർമ്മയുണ്ടോ? ഇതിപ്പോ എന്റെ ഊഴോ. ഇനി VPയെ മുറിയിൽ പൂട്ടിയിട്ട് അപ്പു ഈ വീടിന് കാവലിരിക്കാൻ പോവാ. അങ്ങനെ സ്വന്തം കാര്യം മാത്രം സാധിച്ചിട്ട് VPക്ക് മാത്രമായിട്ടൊരു രക്ഷപ്പെടൽ വേണ്ട. നീ മാറില്ല അല്ലേ? എങ്കിൽ പിന്നെ അറിഞ്ഞിട്ടെന്നെ കാര്യം. എന്തായി കാണിക്കുന്നേ? ഞാൻ പറയുന്നത് കേക്ക്. ഇതുകൊണ്ടൊന്നും എല്ലാം അവസാനിച്ചൊന്നും നീ കരുതണ്ട. നിന്റെ അവസാനം ഈ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. ഓർത്തോ? മാറ്. നിനക്ക് ശരിക്കും അറിയില്ല. എന്താ ഇത്? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കും. അപ്പോ എന്താ ഇതൊക്കെ? ഈ അവസ്ഥയെ എന്തു പറഞ്ഞാണ് ഗീതയെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പുവിനെയും VPയും ഗീതയും ഇങ്ങനൊരവസ്ഥയെ കാണേണ്ടി വരുന്നത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്. സാരമില്ല മുരളി, ജീവിതം ഇങ്ങനെയായി പോയതിൽ ഒരുപാട് സങ്കടം തോന്നിയിരുന്നു മുമ്പൊക്കെ. ഇപ്പൊ അതൊക്കെ ശീലമായിപ്പോയി. സങ്കടമല്ല, ഒരുതരം മരവിപ്പാ മനസ്സിനിപ്പോ. ഓരോ ദിവസവും എങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടുന്നു, അത്രമാത്രം. ഗീത, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. VPയുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അത്ര നോർമലായിട്ട് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് ഗീതയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ വീട്ടിൽ ഞാനടക്കം ആരും ഇപ്പൊ നോർമൽ അല്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. VP മാത്രം പുറമെ അത് പ്രകടമാക്കുന്നേ ഉള്ളൂ. നശിച്ചു പോയി മുരളി. എല്ലാവരുടെയും ജീവിതവും മനസ്സും ഒക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വല്ലാതെ മുരടിച്ചു പോയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുന്ന പോലും എനിക്ക് തീരെ പ്രതീക്ഷയില്ല. ഗീതയും VPയും തമ്മിൽ സെപ്പറേറ്റഡ് ആവാൻ പോകുന്നു കേട്ടു. അതിലെന്തെങ്കിലും മനസ്സുകൊണ്ട് VP എന്നെ ഞങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി കടലാസിൽ ഒപ്പിട്ട് അതൊരു രേഖയാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് VPയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ ഞാൻ അതിനും തയ്യാറായത്. പക്ഷെ അങ്ങനെ പാടില്ല എന്ന് അപ്പുനാ നിർബന്ധം. അച്ഛനും മോളും തമ്മിൽ എങ്ങനെ കഴിഞ്ഞവരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ജന്മശത്രുക്കളെ പോലെയാ രണ്ടാളും. ഇപ്പൊ കയ്യാങ്കളി വരെ എത്തിയിരിക്കുന്നു. മുരളിയോടായോണ്ട് സത്യം പറയാം, ആരുടെ കൈകൊണ്ട് ആരാദ്യം മരിക്കുന്ന പേടിച്ചുകൊണ്ടാ ഓരോ നിമിഷവും ഞാൻ തള്ളി നീക്കുന്നത്. അപ്പുവും VPയും ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയുന്നത് പോലും അത്രയ്ക്ക് റിസ്ക് ആണിപ്പോ. ഒരു കണക്കിന് നമ്മൾ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ നേരത്തെ ഉപേക്ഷിച്ച് നന്നായി.
അതുകൊണ്ടിപ്പോ നിങ്ങൾക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ഈ ദുരന്ത കയറ്റിൽ കിടന്ന് നട്ടം തിരിയേണ്ടി വന്നനെ. അങ്ങനെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നതേ ഞങ്ങൾക്ക് വിഷമമില്ലാന്ന് വിചാരിക്കരുത്. എല്ലാ അച്ഛനമ്മമാരെയും പോലെ ഞങ്ങളുടെ മോളുടെ കാര്യത്തിൽ എനിക്കും അശ്വതിക്കും സ്വാർത്ഥരാകേണ്ടി വന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിനർത്ഥം നിങ്ങളെല്ലാവരെയും പൂർണ്ണമായി മറന്നെന്നോ ഉപേക്ഷിച്ചെന്നോ അല്ല. ഇതൊക്കെ അറിയുമ്പോൾ അശ്വതിക്ക് ഒരുപാട് സങ്കടമാവും. അശ്വതി ഇതൊന്നും അറിയിക്കണ്ട. വെറുതെ എന്തിനാ ആ പാവത്തിന്റെ മനസ്സൂടെ വിഷമിപ്പിക്കുന്നത്? ഇവിടുത്തെ പ്രഷർ താങ്ങാതാവാതെ വരുമ്പോൾ ഒരാശ്വാസത്തിന് ഇടയ്ക്ക് അങ്ങോട്ട് ഓടി വന്നാലോ എന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ നിങ്ങളെ കൂടെ വേദനിപ്പിക്കാന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെന്ന് ഓർക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കും. അകൽച്ച നമ്മൾ മുതിർന്നവർ തമ്മിലല്ലേ ഉള്ളൂ ഗീത. പഴയതുപോലെ അല്ലെങ്കിലും അപ്പുവും ആളും തമ്മി ഇപ്പോഴും നല്ല കൂട്ടാ. എനിക്കത് മനസ്സിലായി. അപ്പുവിനെ കാണാൻ ഇടയ്ക്ക് ജോബിനെയും കൂട്ടി ഇവിടെ വരാറുണ്ടവൾ. അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ച നമ്മളാണ് വിഡ്ഢികൾ. ഇടയ്ക്ക് അശ്വതിയും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ സത്യം പറയാലോ ഗീത, BP എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ അതിന് ശ്രമിക്കാത്തത്. വേണ്ട മുരളി, ഇനി അതൊക്കെ നമുക്ക് വെറുതെ ആഗ്രഹിക്കാവുന്നേ ഉള്ളൂ. പഴയ VPയെ നമുക്കൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, മുരളി എന്താ വന്നേ? വിശേഷിച്ചെന്തെങ്കിലും? ഞാൻ മാളുവിന്റെ കല്യാണം ക്ഷണിക്കാനാ വന്നത്. ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇപ്പൊ അത് വേണ്ടാന്ന് കരുതി. ഞാൻ അശ്വതിയും കുട്ടി പിന്നെ വരാം. വേണ്ട മുരളി, ക്ഷണിച്ചില്ലെങ്കിൽ കൂടി വരേണ്ടവരാണ് ഞങ്ങൾ. തീയതിയും സമയമൊക്കെ ഓർമ്മയുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങൾ മുരളി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടല്ലോ. അപ്പു എന്തായാലും വരും. VPയുടെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. ഗീത എന്തായാലും വരണം. ഞാനും അശ്വതിയും പ്രതീക്ഷിക്കും. വരണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. അവൾ എൻ്റെ കുട്ടിയല്ലേ. സ്വന്തം മോളുടെ കഴുത്തിലൊരു താലി വീഴുന്നത് കാണാൻ ഭാഗ്യം കിട്ടാതെ പോയൊരമ്മയാണ് ഞാൻ. ആ ഭാഗ്യദോഷം മാളൂലൂടെ തീർക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവളും എൻ്റെ അപ്പു തന്നെയാണല്ലോ. വരാൻ ഞാൻ പരമാവധി ശ്രമിക്കാം മുരളി. എങ്ങാനും പറ്റാതെ പോയാൽ എന്നോട് അലോഹ്യമൊന്നും തോന്നരുത്. ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയായി പോയെന്ന് മാത്രം കരുതിയാൽ മതി. വന്നില്ലെങ്കിലും മാളൂന് വേണ്ടി എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും. ജോബിനും എനിക്ക് വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണല്ലോ. മാളൂന്റെ ഭാഗ്യ അങ്ങനെ ഒരാളെ കിട്ടിയത്. എല്ലാം നന്നായി വരും. കല്യാണത്തിന് വരാൻ ശ്രമിക്കുക. അഥവാ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വൈകിട്ട് ഹോട്ടൽ ബ്ലൂ മൂണി വെച്ച് റിസപ്ഷനുണ്ട്, അതിനെങ്കിലും വരണം. ഞാൻ ശ്രമിക്കാം മുരളി. ഉറപ്പ് പറയാൻ പറ്റില്ല. VPയോട് വേണ്ട, പറയണ്ട. പറഞ്ഞാലും ഇപ്പൊ അതൊന്നും മനസ്സിലുണ്ടാവില്ല. എന്തിനാ വെറുതെ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അശ്വതിയോട് ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. ശരി. കേട്ടിടത്തോളം കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അറിഞ്ഞോ അറിയാതെയോ അപ്പു കൊടുക്കുന്ന ഓരോ ഷോക്ക് ട്രീറ്റ്മെൻറ്റും VP സാറിൻ്റെ കാര്യത്തിൽ അല്പം ഓവർഡോസ് ആയിപ്പോയോ എന്നൊരു സംശയത്തിലാണ് ഞാൻ. അങ്ങനൊരു സംശയം എനിക്കും ഉണ്ട് സാർ. അതുകൊണ്ടാ ഇനിയും VPയെ ശല്യം ചെയ്യാൻ പോകണ്ടെന്ന് ഞാൻ അപ്പുവിനോട് പറഞ്ഞത്. VP ആകെ ഒരു പാനിക് സിറ്റുവേഷനിലാ. പുറമേ ഈ വിഭ്രാന്തിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും VPക്ക് ഉള്ളിൽ ചില ഹിഡൻ അജണ്ട ഉള്ള പോലെ എനിക്ക് തോന്നുന്നത്. അമ്മയുടെ കയ്യിൽ നിന്നും ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങുമ്പോഴും പിന്നീട് ആരും അറിയാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴും ഈ പറഞ്ഞ അബ്നോർമാലിറ്റീസ് ഒന്നും VPക്കില്ലായിരുന്നല്ലോ. ഞാനത് കണ്ടുപിടിച്ചു എന്നായപ്പോ ബുദ്ധിപൂർവം ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോ അപ്പു,
അവിടെയാണ് വി പി സാറിനെ മനസ്സിലാക്കുന്നതിൽ അപ്പുവിന് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നത്. താൻ പറഞ്ഞതുപോലെ വി പി ഒളിച്ചോടാൻ ശ്രമിച്ചത് തന്നെയാണ്. അവസരം കിട്ടിയ ഇനിയും അതിന് ശ്രമിക്കുന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ വി പി സാറ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് മാത്രമേ രക്ഷപ്പെടാനല്ല, അയാളിൽ നിന്നുകൂടി ഓടി രക്ഷപ്പെടാൻ നോക്കുക. അത്തരം കടുത്ത ഒരു മാനസിക സംഘർഷത്തിലാണ് ആ മനുഷ്യൻ. യെസ്, ഹീസ് ഇൻ ട്രബിൾ. അപമാനഭാരത്തിനും കുറ്റബോധത്തിനിടയിലൂടെയുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് ഇപ്പോ ബി പിയുടെ സഞ്ചാരം. ഒരിക്കൽ കാല് വഴുതി വീണ പിന്നെ ആളെ രക്ഷിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. സർ, ഒരു സംശയം. ഇത്രയും പേടിയും കുറ്റബോധവും ഉള്ള ഒരാൾ എന്തിന് സ്വന്തം ജീവിതത്തിൽ നിന്ന് കുടുംബത്തെ ഒഴിവാക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നു? എന്റെ കാര്യം വിട്ടേക്ക്, അമ്മ എന്തിനു ഒഴിവാക്കണം? അതൊക്കെ വി പി സ്വമനസാലെ എടുത്ത തീരുമാനമാണെന്നാണോ അപ്പു ധരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പൂൻ അമ്മ തരുന്ന പിന്തുണയും സ്നേഹവും വി പി സാറിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അമ്മ അപ്പൂനോടൊപ്പം ഉള്ളിടത്തോളം കാലം അപ്പു തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുമെന്ന് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. അതൊഴിവാക്കാനാണ് ഗീതാ മേഡത്തിനെയും സ്വന്തം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ തമാശ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും താൻ തൻ്റെ കുടുംബത്തോട്, പ്രത്യേകിച്ച് ഭാര്യയോട് ചെയ്യുന്നത് അങ്ങേയറ്റത്തെ നീതികേടാണെന്ന് വി പി സാറിന് അറിയാമെന്നുള്ളതാ. ആ കുറ്റബോധമാണ് നിങ്ങളുടെ പ്രസൻസിൽ നിന്ന് ഓടി ഒളിക്കാൻ അദ്ദേഹത്തെ വല്ലാതെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദുരഭിമാനവും കടുത്ത കുറ്റബോധവും ആ മനസ്സിന്റെ സമനിലയാകെ തെറ്റിച്ചിരിക്കുന്നതെന്ന്. സാർ, ബി പിക്ക് വേണ്ടി ഉടനെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം ഞാൻ അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അതിന് ബി പി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. അഥവാ സംസാരിക്കാൻ സമ്മതിച്ചാൽ തന്നെ. മനസ്സിലായി. അതൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല. ഞങ്ങളെ പോലുള്ളവർ ഇതൊക്കെ നിത്യവും കാണുന്നതല്ലേ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. മാഡം പ്ലീസ് കം. തൽക്കാലം അപ്പോട് നിന്നാ മതി. ആദ്യം ഞാൻ ബി പിയുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വരൂ മാഡം. സാർ, അതാ റൂം. ആ, സാർ. വി പി സാർ, ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാറാണ്. വാതിലൊന്ന് തുറക്കോ സാർ. എന്തു വേണം? എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. എന്നോടോ? അതെ. അറിയോ? എന്നോട് തന്നെയാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? അല്ലെങ്കിൽ ഞാൻ സാറിന് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നല്ലോ. എങ്ങനെയകത്തേക്ക് വരും? നമുക്ക് പുറത്ത്, ഐ മീൻ വരാന്തയിലും മുറ്റത്തോ വെച്ച് സംസാരിക്കാം. കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കിട്ടുമായിരുന്നു. ഏയ്, പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് അനുവാദമില്ല. യുനോ, ഞാനിവിടെ ഹൗസ് അറസ്റ്റില്ല. ഈ മുറിക്ക് പുറത്തു പോരുതെന്നാണ് എൻ്റെ ഭാര്യയുടെയും മിസ്റ്റർ അപ്പുവിൻ്റെയും ഓർഡർ. ഞാനായിട്ടത് വയലേറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. വിരോധമില്ലേ? അകത്തേക്ക് വരൂ, വരൂ. ഷുവർ, കമോ. ഇരിക്കൂ. ഇരിക്കൂ. യെസ് മിസ്റ്റർ അഡ്വക്കേറ്റ്, എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? എൻ്റെ ഭാര്യയ്ക്കും അപ്പൂനും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജീവനാംശം കുറഞ്ഞു പോയെന്നാണോ നിങ്ങളുടെ പരാതി? സോറി സാർ, അത്തരം കാര്യങ്ങളല്ല ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ മിസ്റ്റർ അപ്പുവിനെ കുറിച്ചാണോ? എങ്കിൽ ഐ ആം സോ സോറി. എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാൻ
എനിക്ക് തീരെ താല്പര്യമില്ല. യു ആർ മിസ്റ്റേക്കൺ. എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പുവിനെ കുറിച്ചല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് താങ്കളെക്കുറിച്ചാണ്. ഐ മീൻ വിജയ് പണിക്കർ എന്ന VP യെ കുറിച്ച്. വിജയ് പണിക്കർ? അത് ഞാനല്ലേ. എന്നെ കുറിച്ച് എന്നോടെന്ത് സംസാരിക്കാനാ? ഓ, മനസ്സിലായി. ഏതായാലും പറയൂ, കേൾക്കട്ടെ. രസമല്ലേ? സാറിന് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടാവും? പ്രായം ശരീരത്തിന്റെ പ്രായമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഐ തിങ്ക് 52 years. മനസ്സിന് അതിൽ കുറവാണോ അതോ കൂടുതലോ? റിയലി ഇറ്റ്സ് എ ഫണ്ണി ക്വസ്റ്റ്യൻ. ചോദ്യം സാറിന് തമാശയായിട്ടാണ് തോന്നുന്നെങ്കിലും ഉത്തരം ഞാൻ അല്പം സീരിയസ് ആയിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. കുറവായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. പക്ഷേ ഇപ്പം മനസ്സിന്റെ പ്രായം വല്ലാണ്ട് കൂടി പോയിരിക്കുന്നു. തനിച്ച് നടക്കാനാവാത്ത വിധം. വക്കീലേ, നമുക്ക് ഈ ചോദ്യോത്തര പരിപാടി ഒരു ഗെയിം ഷോ ആക്കിയാലോ? മനസ്സിലായില്ല. വക്കീൽ ഒരു തമാശ ചോദ്യം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ സീരിയസ് ആയിട്ടൊരു ഉത്തരം അങ്ങോട്ട് പറഞ്ഞു. ഇനി മുഴുവൻ വക്കീലില്ല. സമ്മതിച്ചോ? സമ്മതിച്ചു. ചോദ്യം: ഈ ആൾക്കാർ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്താ? ചോദ്യം തമാശയാണെങ്കിലും ഉത്തരം സീരിയസ് ആയിരിക്കണം കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ്. കടം, നൈരാശ്യം, പ്രണയപരാജയം, മടുപ്പ്, വിഷാദം, അങ്ങനെ ഉത്തരങ്ങൾ ഒരുപാടുണ്ടാവും പറയാൻ. വക്കീലിന് തെറ്റി. ഇതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ശരീരത്തിനു മുമ്പേ മനസ്സ് ചത്തു. ചത്താൽ ചീയും, ചീഞ്ഞാൽ നാറും. ആ ദുർഗന്ധം ചുറ്റുവട്ടം മുഴുവനെത്തും. അങ്ങനെ ആവാതിരിക്കാൻ ജീവനുള്ള ശരീരത്തെ ഇല്ലാതാക്കുന്നു. അതാണ് സത്യം. യു ഗോട്ട് ഇറ്റ്. സാർ, ഞാൻ വന്നത് വിജയ് പണിക്കരെ കുറിച്ച് സംസാരിക്കാനല്ലേ. ഇപ്പൊ പറയാനുള്ളതും അറിയാനുള്ളതും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഇനിയിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും ടൈം വേസ്റ്റാ. ശരിയല്ലേ വക്കീലേ? നമ്മുടെ ഈ അഭിമുഖ സംഭാഷണം എത്ര നീട്ടിയാലും കുറുക്കിയാലും ഒറ്റ ചോദ്യത്തിലേ അത് അവസാനിക്കുമെന്ന് എനിക്കറിയാം. അപ്പുവിനെ എന്തുകൊണ്ട് എനിക്കൊരാണായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൂടാന്ന്? ശരിയല്ലേ? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. അവൾ ജനിച്ചത് പെണ്ണായിട്ടാണ്. പെണ്ണായി പറന്നാൽ പെണ്ണായി വളരണം, പെണ്ണായി മരിക്കണം. ആണാണെങ്കിൽ അങ്ങനെ. വെണ്ണ ഉരുകിയ നെയ്യേ ആവാവൂ, നെയ്പായസമാകരുത്. അതിന്റെ കൂട്ടു വേറെയാ. മനസ്സിലായോ? ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വക്കീലിന് പോവാം. ചെല്ല്. എന്നെ കൗൺസിൽ ചെയ്യാൻ വന്നിരിക്കുന്നു. എന്തായി സാർ? VP എന്ത് പറഞ്ഞു? മാഡം, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് VP സാറിൻ്റെ മനസ്സ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. താൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ട് വ്യതിചലിക്കാൻ VP സാറിന് ഒരിക്കലും കഴിയുന്നില്ല. അത് കഴിയാത്തതാണ് സാറിൻ്റെ യഥാർത്ഥ പ്രശ്നം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പോലും സാറിന് ആക്സെപ്റ്റ് ചെയ്യാനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ VPയുടെ അപ്പൂന്റെയും കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഒരിക്കലും നടക്കില്ലെന്നാണോ സാറ് പറയുന്നത്? ഇപ്പൊ അതിനെക്കുറിച്ചല്ല മാഡം നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, VP സാറിന്റെ മനസ്സ് വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഏത് നിമിഷവും
അത് പൂർണ്ണമായിട്ട് കൈവിട്ട് പോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല.